യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. പ്രതിയെ പിടികൂടി. കൊഴിഞ്ഞംപാറയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് കൊലപാതകം നടന്നത്. കരിമ്പറ്റ സ്വദേശി സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂങ്കിൽമട സ്വദേശി ആറുചാമിയാണ് പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ അർദ്ധരാത്രിയോടെയാണ് പോലീസ് പിടികൂടിയത്. വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് വിവരം. ആറുചാമിയുടെ ഭാര്യയാണ് കൊലപാതക വിവരം പോലീസിൽ അറിയിക്കുന്നത്. പോലീസ് എത്തിയപ്പോൾ സന്തോഷ് മരിച്ച നിലയിലായിരുന്നു. സന്തോഷും ആറുചാമിയും തമ്മിലുണ്ടായ ഏറെ നേരത്തെ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം. മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു. ഇടുക്കി രാജാക്കാട് ആത്മാവ് സിറ്റി സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ മധുവാണ് മരിച്ചത്. മകൻ സുധീഷാണ് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മധു ഇന്നലെ രാവിലെയാണ് മരിച്ചത്. മദ്യപിച്ചെത്തി സ്വത്ത് എഴുതി കൊടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. പ്രതി അമ്മയെയും മർദ്ദിച്ചിരുന്നു. പതിനെട്ട് വയസ്സുകാരനായ വിദ്യാർത്ഥി അധ്യാപികയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. 26 വയസ്സുള്ള ഗസ്റ്റ് അധ്യാപികയാണ് 18 വയസ്സുള്ള പൂർവ്വ വിദ്യാർത്ഥി തീ കൊളുത്തിയത്. നർസിംഗ്പൂർ ജില്ലയിലെ കോഡ്വാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. പ്രതി സൂര്യാൻഷ് കൊച്ചറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ അധ്യാപിക നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ആക്രമണം നടത്തിയത്. പെട്രോൾ നിറച്ച കുപ്പിയുമായി പ്രതി അധ്യാപികയുടെ വീട്ടിലെത്തുകയും പെട്രോൾ അവരുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. പിന്നാലെ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും ജീവന് ഭീഷണിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പ്രതിയും അധ്യാപികയും 2 വർഷത്തിലേറെയായി പരസ്പരം പരിചയമുള്ളവരായിരുന്നു. സൂര്യൻഷിന് അധ്യാപികയോട് പ്രണയമുണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇരുപതുകാരിയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിൽ പ്രതി പിടിയിൽ. ചിത്രദുർഗിലാണ് സംഭവം നടന്നത്. പ്രതി ചേതനാണ് പിടിയിലായത്. ഗംഗാവതിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ചേതൻ. പെൺകുട്ടിയുമായി 2 വർഷത്തിലേറെയായി ഇയാൾ പ്രണയത്തിലായിരുന്നു. എന്നാൽ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതോടെ ഇയാൾ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. പെൺകുട്ടി താമസിച്ചിരുന്ന ഹോസ്റ്റലിലെത്തിയ പ്രതി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. സ്വന്തം ബൈക്കിലുണ്ടായിരുന്ന പെട്രോൾ ഉപയോഗിച്ചാണ് പെൺകുട്ടിയെ കത്തിച്ചത്. പെൺകുട്ടിയുടെ ചെരുപ്പ് ഉൾപ്പെടെ അവിടെ ഉപേക്ഷിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. ദേശീയപാതയോരത്താണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതി കത്തി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം. ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മദ്യപാനത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. എറണാകുളം ഏനാലൂർ സ്വദേശി അനന്തുചന്ദ്രനാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.